Hey guys, what's up? Welcome back to my channel. You're with Anakya. അപ്പോൾ തമിഴിൽ കണ്ടതുപോലെ ഇന്നൊരു സ്മൂതി റെസിപ്പിയാണ്. പക്ഷേ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ കയറിയപ്പോൾ വണ്ണമാണ് ഇത്. അന്ന് എനിക്കൊരു 43-44 kg ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു സെക്കൻഡ് ഇയർക്ക് ആയപ്പോഴേക്കും എനിക്ക് തന്നെ തോന്നി കുറച്ചുകൂടെ വണ്ണം വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഭംഗി ഉണ്ടായിരിക്കും എന്ന്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു സ്മൂതി ട്രൈ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞ ഒരു 1 month ഇത് കുടിച്ചപ്പോൾ തന്നെ എനിക്കൊരു 50 kg അടുത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു വെയിറ്റ്. അപ്പം ഞാൻ അതിന്റെ പിക്സ് ഇവിടെ കൊടുക്കാമേ. പിന്നെ ഈ ഒരു സ്മൂതി കുടിക്കുന്നതിന്റെ കൂടെ തന്നെ ഞാൻ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നമുക്ക് സ്മൂതി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഈ ഒരു വെയിറ്റ് ഗെയിനിങ് സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് വെറും 3 സാധനങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലാദ്യം എടുത്തിട്ടുള്ളത് ഡേറ്റ്സ് ആണ്. ഒരു 2-3 ഡേറ്റ്സ്. അത് നല്ല മധുരം വേണം എന്നുള്ളവർ മാത്രം എടുത്താൽ മതി. പിന്നെ കുറച്ച് ചിയാ സീഡ് എടുത്തിട്ട് വെള്ളത്തിൽ നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഏത്തപ്പഴത്തിന്റെ ഹാഫ് മാത്രം മതി. നമ്മൾ ഫുൾ ഏത്തപ്പഴം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടായി പോകും. പിന്നെ കുറച്ച് പീനട്സും. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഞാൻ ഒരു കയ്യിൽ വരുന്നത് അത്രയും അങ്ങ് എടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്. പാല് നമുക്ക് 1 ഗ്ലാസ് വേണം എന്നില്ല. ഇപ്പോൾ ഒരാൾക്ക് ഒരു ദിവസത്തേക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ഗ്ലാസ് പാലാണെങ്കിലും മതിയാകും. കാരണം ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോഴേക്കും 1 ഗ്ലാസ്സിൽ കൂടുതലുണ്ടാകും. അപ്പൊ പറഞ്ഞ പോലെ ചിയാ സീഡ് ഒഴിച്ച് ബാക്കി നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് വേണം നമ്മുടെ ചിയാ സീഡ് അതിലേക്ക് ഇടാനായിട്ട്. ദേ ഈ വീഡിയോ കാണിക്കുന്ന പോലെ. അപ്പം ഞാൻ നമ്മുടെ സ്മൂത്തി ഒക്കെ ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഡെയിലി കുടിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കാരണം ഇത് ഞാൻ ഡെയിലി ആയിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു കാര്യം, ഇതിൽ നമ്മളിപ്പോൾ ഡേറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഇതിൽ ഡേറ്റ്സ് ചിയാ സീഡ് ഒക്കെ കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. കാരണം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഡേറ്റ്സും ചിയാ സീഡൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണല്ലോ. പിന്നെ ഡേറ്റ്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല മധുരം ഉണ്ടായിരിക്കും. അപ്പം മധുരം നിങ്ങൾക്ക് ഇല്ലാതെ പറ്റില്ല, പഞ്ചസാര ഇട്ട് മാത്രമേ കുടിക്കൂ, അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡേറ്റ്സ് ഇട്ടു. ഇനി അഥവാ നമ്മൾ ഡേറ്റ്സ് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ നല്ല മധുരം തന്നെ ഉണ്ടാവും. കാരണം നമ്മൾ അത്യാവശ്യം പഴുത്ത പഴം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മധുരം കിട്ടും. ഡേറ്റ്സിന്റെ ഒന്നും ഒരാവശ്യമില്ല. ഞാൻ ഡേറ്റ്സ് ഒന്നും അങ്ങനെ ഇട്ടല്ലായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. പിന്നെ ഇതിൽ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യമായിട്ട് വേണം എന്ന് പറയുന്നത് പാലും ഏത്തപ്പഴവും പീനട്സും ആണേ. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം. ഇപ്പം നട്ട്സ് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇട്ടിട്ട് കുടിക്കാം. പിന്നെ ഇത് പ്രോട്ടീൻ റിച്ചും ആണ്, അതുപോലെ തന്നെ ഫൈബർ റിച്ചും ആണ്. കാരണം ഇതിൽ നമ്മൾ പാലും പീനട്സും എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫൈബറിന് വേണ്ടിയിട്ട് ചിയാ സീഡും അതുപോലെ ഏത്തപ്പഴം എടുക്കുന്നുണ്ട്. അപ്പം ഈ സ്മൂതി ഞാൻ എങ്ങനെ കുടിച്ചിരുന്നതെന്ന് പറഞ്ഞുതരാം. ഞാൻ ഇതെന്ന് രാവിലെ ആയിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുറച്ച് വെള്ളം കുടിക്കും. എന്നിട്ടൊരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ഈ സ്മൂതി ഉണ്ടാക്കി കുടിക്കും. എന്നിട്ട് ഞാൻ ചെയ്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറില്ലായിരുന്നു. അതായത് ഈ ഒരു സ്മൂതി കഴിച്ചിട്ട് ഒരു 1 hour കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഞാൻ അതും കഴിക്കുമായിരുന്നു. അതിപ്പോൾ ചിലപ്പോൾ ഇഡ്ഡലിയോ ദോശയോ എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഇഡ്ഡലി ആണെന്നുണ്ടെങ്കിൽ ഒരു 3 ഇഡ്ഡലി കഴിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദോശയാണെന്നുണ്ടെങ്കിൽ 2 ദോശ കഴിക്കും. അങ്ങനെ വീട്ടിലുണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കും. അത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും കഴിക്കുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കൂടെയല്ല ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുട്ടയാണ്. അതായത് ഇപ്പം ഞാൻ ഒരു ഇഡ്ഡലി കഴിക്കുകയാണ്, 3 ഇഡ്ഡലിയുടെ കൂടെ ഞാൻ ഒരു പുഴുങ്ങിയ മുട്ടയും കൂടെ കഴിക്കും. ഇപ്പം ദോശയാണെന്നുണ്ടെങ്കിൽ 2 ദോശയുടെ കൂടെ തന്നെ ഒരു പുഴുങ്ങിയ മുട്ട കഴിക്കും. അപ്പം കഴിക്കുന്ന എല്ലാത്തിൻ്റെയും കൂടെ ഒരു മുട്ടയും കൂടി കഴിക്കുമായിരുന്നു. അപ്പം അതായിരുന്നു എൻ്റെ രാവിലത്തെ ഫുഡ്. ഈ സ്മൂതി വരും, വീട്ടിൽ ഉണ്ടാക്കുന്നത് വരും, അതിൻ്റെ കൂടെ ഒരു മുട്ട ഉണ്ടാവും. പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ഫുഡ്, രാത്രി ഉണ്ടാക്കുന്ന ഫുഡ്, അങ്ങനെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഉച്ചയ്ക്കത്തെ രാത്രിയിലത്തെ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് എക്സ്ട്രാ ഒന്നും കഴിക്കില്ലായിരുന്നു. നോർമലായിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു 1 മാസം കൊണ്ട് തന്നെ വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് ആവശ്യമാണെന്ന് തോന്നുന്നത്ര വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 1-2 മാസം എടുത്തെന്ന് വരാം ഒരു ഡിഫറൻസ് തോന്നാനായിട്ട്. പക്ഷേ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുക. എന്തായാലും 1 മാസം കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു ചെറിയ വ്യത്യാസമെങ്കിലും തോന്നാതിരിക്കത്തില്ല. 2-3 മാസം കൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വണ്ണം വെക്കും ഇത് ഫോളോ ചെയ്താൽ. പിന്നെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഒരു സ്മൂതി മാത്രം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രമാത്രം വർക്ക് ആവുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഒരു സ്മൂതിയുടെ കൂടെ വീട്ടിലുണ്ടാക്കുന്ന എന്താണോ അതുകൂടി കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ അങ്ങനെ വേണം ട്രൈ ചെയ്ത് നോക്കാൻ. പിന്നെ ഇതെല്ലാം കഴിക്കുന്നതിൻ്റെ കൂടെ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, വർക്കൗട്ട്. അത് നിങ്ങൾ ഒരുപാട് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഒന്ന് വർക്കൗട്ട് ചെയ്യണം. കാരണം നമ്മൾ ഇത്രയും ഫുഡ് കഴിക്കുന്നതല്ലേ. അപ്പം വണ്ണം വെക്കാനായിട്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഇത് എപ്പോഴും കുടിക്കാറില്ല. അതായത് വർഷത്തിൽ 365 ദിവസം ഞാൻ ഇത് കുടിക്കാറില്ല. കാരണം ഞാനിപ്പോൾ ഒരു 1-2 മാസം കുടിക്കുമ്പോൾ തന്നെ എനിക്ക് വണ്ണം വെക്കാറുണ്ട്. അപ്പം ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് പിന്നെ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കും. ആ ഒരു വണ്ണം തന്നെ അല്ലെങ്കിൽ ആ ഒരു വെയിറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴെങ്കിലും പനിയൊക്കെ വരുമ്പം ആ വെച്ച വണ്ണം എല്ലാം അതുപോലെ തന്നെ അങ്ങ് പോവും. അപ്പം പിന്നെയും ഞാനിത് സ്റ്റാർട്ട് ചെയ്യും. അപ്പം പിന്നെയും 1-2 മാസത്തിനുള്ളിൽ വണ്ണം വെക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് പേരുണ്ടായിരിക്കും.
എത്ര ഫുഡ് കഴിച്ചിട്ട് എന്തൊക്കെ ചെയ്തിട്ട് വണ്ണം വെക്കാത്തവർ. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം എനിക്കിത് വർക്കായി, നിങ്ങൾക്കും എന്തായാലും വർക്കാവും. അപ്പം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.